ചോദ്യം: ഞാൻ രത്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവ നമുക്ക് ചില ഹിതകരമായ ഫലങ്ങൾ നൽകുന്നതുകൊണ്ട് സമൂഹം അവയെ ധരിക്കുവാൻ ശുപാർശ ചെയ്യുന്നു. മോഹൻജി: നമ്മുടെ ശരീരവ്യവസ്ഥ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെക്കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അവ തമ്മിൽ അസന്തുലിതാവസ്ഥ അനുഭവപ്പെടുകയാണെങ്കിൽ, അവയിൽ ചിലവയുടെ ശക്തി കുറയുകയാണെങ്കിൽ മറ്റ് കേന്ദ്രീകൃത സ്രോതസ്സുകളിൽ നിന്നും അതെടുത്ത് ചേർക്കപ്പെടുന്നു. കല്ലുകൾ പഞ്ചഭൂതങ്ങളിൽ ചിലതിൻ്റെ ചില ഭാഗങ്ങളുടെ കേന്ദ്രീകരണങ്ങളാണ്. നിങ്ങൾ ശരിയായ കല്ലുകൾ ധരിക്കുമ്പോൾ അവ ശരീരവ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു അഥവാ പോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ തീവ്രതയുടെ നഷ്ടപ്പെട്ട അസന്തുലിതാവസ്ഥയെ പരിഹരിക്കുന്നു എന്നതാണ് ആശയം. നാം പഞ്ചഭൂതങ്ങളെക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. നമ്മുടെ വ്യവസ്ഥയിലെ ചില ഭൂതങ്ങളുടെ ശക്തിയോ തീവ്രതയോ കുറയുമ്പോൾ യോജിച്ച കല്ലുകൾ ധരിച്ച് നാം അതിനെ പരിഹരിക്കുന്നു. നമ്മുടെ ചക്രങ്ങൾക്ക് നിശ്ചിത ആന്തോളന തലങ്ങൾ ഉണ്ട്. കല്ലുകൾക്കും രത്നങ്ങൾക്കും ചക്രങ്ങൾക്ക് യോജിക്കാവുന്ന ആന്തോളന തലങ്ങൾ ഉണ്ട്. നിങ്ങൾ ശരിയായ കല്ലുകൾ ധരിക്കുമ്പോൾ അവ ചക്രങ്ങളുടെ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ചക്രങ്ങൾ ട്രാൻസ്ഫോമർ പോലെയാണ്. അവ നമ്മുടെ വ്യവസ്ഥയിലേക്ക് ഊർജത്തെ വിതരണം ചെയ്യുന്നു. ഇവയെല്ലാം ശാസ്ത്രസംബന്ധമായവയാണ്. എന്നാൽ കല്ലുകളും രത്നങ്ങളും ശരിയായ അല്ല നിർദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ അവ നമുക്ക് നാശകരവും ആയേക്കാം. ഉദാഹരണമായി, നിങ്ങളുടെ വ്യവസ്ഥയിൽ അഗ്നിഘടകം അധികമുണ്ടെന്നിരിക്കട്ടെ. ആരെങ്കിലും അഗ്നിഘടകത്തെ പിന്നെയും വർദ്ധിപ്പിക്കുന്ന ഒരു കല്ലിനെ നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കും. നിങ്ങൾ ജനങ്ങളുമായി ശണ്ഠ കൂടുകയും വളരെ ഹാനികരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തേക്കാം. നിങ്ങളുടെ ജനനം മുതൽ മരണം വരെ ഒരു ചക്രവും സ്ഥിരമായി നിൽക്കുകയില്ലെന്നും ഓർക്കുക. നിങ്ങളുടെ ഊർജ്ജനിലകളും സ്ഥിരമായി നിൽക്കുന്നില്ല. പ്രാണന്റെ നിലയും കയറിയും ഇറങ്ങിയും കൊണ്ടിരിക്കും. ശരീരവ്യവസ്ഥ ഒരേപോലെ തുടരുമെങ്കിലും അതിൻ്റെ നിലകൾ മാറും. ആ നിലകളെ അംഗീകരിക്കുകയും വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയുമാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഗുരുക്കന്മാർ സാധാരണയായി കല്ലുകൾ ധരിക്കാറില്ല. ചില ഗുരുക്കന്മാർ ധരിച്ചിരുന്നു. അവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നിരിക്കും. സാധാരണയായി അരക്ഷിതത്വമുള്ള സാധാരണക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത്. അത് അവരെ സഹായിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങളൊരു രത്നക്കല്ല് ധരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായി അതിന് അധികാരമുള്ള ഒരാളാണ് അത് നിർദ്ദേശിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അവ്യാജനായ ഒരാളിൽ നിന്ന് അത് സ്വീകരിക്കുക. വാങ്ങുന്നത് അത് നിങ്ങൾക്ക് വിൽക്കാനുള്ള താല്പര്യം മാത്രമുള്ള ഒരാളിൽ നിന്ന് ആയിരിക്കരുത്. കല്ല് ധരിക്കുന്നതും ഒരു ആസക്തിയായി തീരാവുന്നതാണ്. കല്ല് ധരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് അരക്ഷിതത്വം തോന്നാം. ഇത് ആശ്രിതത്വം ഉണ്ടാക്കുന്നു.